എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2012 നടന്ന കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ചോദ്യം നമ്പർ 1. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏത് തലമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏത് തലമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? എ. മാനസിക വളർച്ച, ബി. ശാരീരിക വളർച്ച, സി. വൈകാരിക വളർച്ച, ഡി. മനഃശാലക വളർച്ച. ഇവിടെ ഈ ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് പറയാം എന്താണ് ഇവിടെ ഈ ചിത്രം വഴി സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ ശാരീരിക വളർച്ചയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ബി ആണ് ഉത്തരം. ചോദ്യം 2. അനു 4ാം ക്ലാസ്സിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ക്ലാസ് കയറ്റം ലഭിച്ച് 5ാം ക്ലാസ്സിലെത്തിയപ്പോഴോ വളരെ മൂകയായി കാണപ്പെട്ടു. ഒന്നിലും ശ്രദ്ധയില്ല. ഈ കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ മാർഗം ഏതാണ്? അനു 4ാം ക്ലാസ്സിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ക്ലാസ് കയറ്റം ലഭിച്ച് 5ാം ക്ലാസ്സിലെത്തിയപ്പോഴോ വളരെ മൂകയായി കാണപ്പെട്ടു. ഒന്നിലും ശ്രദ്ധയില്ല. ഈ കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ മാർഗം ഏതാണ്? എ. നിരീക്ഷണം, ബി. ക്രിയാഗവേഷണം, സി. ഏകവ്യക്തി പഠനം, സി. ശോധക രീതി. ഉത്തരം സി ആണ്. ഏകവ്യക്തി പഠനം. ഏകവ്യക്തി പഠനം സി ആണ് ഉത്തരം. 3. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണ്? എ. ശൈശവം, ബി. ബാല്യം, സി. കൗമാരം, ഡി. വാർദ്ധക്യം. ഉത്തരം സി ആണ്. കൗമാരം. 4ാമത്തെ ചോദ്യം. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? എ. അനുകരിക്കുന്നു, ബി. ശാരീരിക സന്തുലനം നേടുന്നു, സി. കളിയിൽ താല്പര്യം കാണിക്കുന്നു, ഡി. അമൂർത്ത ചിന്താശേഷി നേടുന്നു. ഉത്തരം ഡി ആണ്. 5 വയസ്സുള്ള ഒരു കുട്ടി അമൂർത്ത ചിന്താശേഷി നേടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഡി ആണ്. ആ കുട്ടി അനുകരിക്കും, ശാരീരിക സന്തുലനം നേടിയിരിക്കും, കളിയിൽ താല്പര്യം കാണിക്കും, ഒക്കെ ശരിയാണ്. അപ്പോൾ ഡി ആണ് ഇതിൽ പെടാത്തത്. അപ്പോൾ ഡി ആണ് ഉത്തരം. 5ാമത്തെ ചോദ്യം. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എ. കൂജന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ബി. കരയുന്നതിലൂടെ, സി. ചിരിക്കുന്നതിലൂടെ, ഡി. ലളിതമായ വാക്കുകളിലൂടെ. ഉത്തരം ബി ആണ്. കുട്ടികൾ ആദ്യം കരയുകയാണല്ലോ ചെയ്യുന്നത്. കുട്ടികളുടെ ആവശ്യങ്ങൾ സൂചിപ്പിക്കാൻ കുട്ടി കരയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് കരയുന്നതിലൂടെയാണ്. ബി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 6. വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന കുട്ടി പിന്നീട് വെളുത്തതെന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ സ്വഭാവത്തിന് കാരണം? വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന കുട്ടി പിന്നീട് വെളുത്തതെന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ സ്വഭാവത്തിന് കാരണം? എ. അനുബന്ധനം, ബി. മാനസിക വിഭ്രാന്തി, സി. താദാത്മീകരണ പ്രയാസം, ഡി. കളിയോടുള്ള മടുപ്പ്. ഉത്തരം എ ആണ്.
അനുബന്ധനമാണ്. അനുബന്ധനം. 7. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ നമുക്കൊരു ചിത്രം കാണാം. ഇവിടെ കുത്തുകൾ ചേർത്ത് ഒരു രൂപമുണ്ടാകുന്നുണ്ടോ? ഇവിടെ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ നമുക്കൊരു ത്രികോണം പോലെ തോന്നുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ത്രികോണം ഉണ്ടോ? ഇവിടെ കുറെ പുള്ളികളല്ലേ ഉള്ളത്. ആ പുള്ളികൾ നേരെയായി അല്ലെങ്കിൽ ഒരു പ്രത്യേക രൂപത്തിലായി എന്ന് മാത്രമല്ലേ ഉള്ളൂ. ത്രികോണമാണെങ്കിൽ വരകളല്ലേ ഉണ്ടാവേണ്ടത്. മനുഷ്യ മനസ്സിന്റെ ഏത് ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? അതായത് ഇവിടെ ഇങ്ങനെ ത്രികോണം വരച്ചിട്ടില്ല, കുറെ മുത്തുകൾ ഇങ്ങനെ അടുക്കി വെച്ചതായിരിക്കാം, അങ്ങനെയും ആവാമല്ലോ. എന്നിട്ട് നമുക്ക് ത്രികോണമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? ഈ മുത്തുകളെ ഈ പോയിന്റുകളെ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് വരയൊന്നുമില്ല, എന്നിട്ടും നമുക്ക് ത്രികോണം എന്ന് തോന്നുന്നു. അതിന് കാരണം എന്താണ്? മനുഷ്യ മനസ്സിന്റെ ഏത് ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? എ. സദൃശ്യം, ബി. സാമീപ്യം, സി. തുടർച്ച, ഡി. മുകളിൽ കൊടുത്തവയെല്ലാം. അപ്പൊ ഇതെല്ലാം സദൃശമാണ്, അഥവാ ഒരുപോലെയുള്ളവയാണ്. സാമീപ്യല്ലേ, അടുത്തടുത്ത് ഒരേ അകലത്തിലാണ് ഇവയെല്ലാം ഉള്ളത്, ഈ കുത്തുകുത്തുകളെല്ലാം ഉള്ളത്. പിന്നെ അത് തുടർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്, മുകളിൽ കൊടുത്തവയെല്ലാം. 8. ഗെഷ്തൽത്ത് സിദ്ധാന്തത്തിലൂന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? ഗെഷ്തൽത്ത് അഥവാ ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലൂന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണ്? എ. ആവർത്തിച്ചു പഠിക്കുമ്പോൾ, ബി. പ്രശ്നപരിഹരണത്തിലൂടെ, സി. ശ്രമപരാജയ രീതിയിലൂടെ, ഡി. അനുബന്ധന രീതിയിലൂടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രശ്നപരിഹരണത്തിലൂടെ. 9. പിയാഷെയുടെ വളർച്ചാഘട്ടങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ചിത്രങ്ങൾ. ഇവിടെ തിരിച്ചറിയുന്നത് എന്താണ്? ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ? ഈ ചിത്രം കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് എന്താണ് തിരിച്ചറിയുന്നത്? എ. പ്രത്യാവർത്തന ശേഷി, ബി. തരംതിരിക്കാനുള്ള ശേഷി, സി. യുക്തിചിന്ത, ഡി. നിഗമനശേഷി. ഏതാണ് ഉത്തരം? എ ആണ്, പ്രത്യാവർത്തന ശേഷിയാണ്. 10. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച മിനിതക്ക് ഹൈസ്കൂളിൽ വെച്ച് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് പെട്ടെന്ന് വഴക്കമുള്ളതായി മാറി. ഇതിന് കാരണം? ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച മിനിതക്ക് ഹൈസ്കൂളിൽ വെച്ച് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് പെട്ടെന്ന് വഴക്കമുള്ളതായി മാറി. ഇതിന് കാരണം? എ. പഠനാന്തരണം, ബി. കീബോർഡിലെ നിരന്തര പരിശീലനം, സി. മിനിതയുടെ താൽപര്യം, ഡി. കീബോർഡിന്റെ ലാളിത്യം. ഉത്തരം എ ആണ്, പഠനാന്തരണമാണ് ഇതിനു കാരണം. 11. നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് നാം ചിന്തിക്കുന്നത്. ഈ പ്രസ്താവന ആരുടേതാണ്? നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ പ്രസ്താവന ആരുടേതാണ്? എ. പെസ്റ്റലോസി, ബി. മരിയ മോണ്ടിസോറി, സി. ജോൺ ഡ്യൂയി, ഡി. റൂസോ. ഉത്തരം സി ആണ്, ജോൺ ഡ്യൂയി. നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് ജോൺ ഡ്യൂയി ആണ്. സി ആണ് ഉത്തരം. 12. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കാൻ പ്രതിഭയോട് ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത് സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള
50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കുവാൻ പ്രതിഭയോട് ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത് എ. ദൃശ്യസ്ഥരപര ബുദ്ധി, ബി. യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, സി. വ്യക്ത്യാന്തര ബുദ്ധി, ഡി. പ്രകൃതിപര ബുദ്ധി. ഉത്തരം എ ആണ്. ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. ദൃശ്യസ്ഥലപര ബുദ്ധി എ ആണ് ഉത്തരം. 13. CTA എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പുനഃക്രമീകരിച്ച് ഒരു ജീവിയുടെ നാമമാക്കാമോ എന്ന ചോദ്യത്തിന് മിക്ക കുട്ടികളും ഉത്തരം കണ്ടെത്തി. ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവിനെയാണ് അളക്കുന്നത്? CTA എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പുനഃക്രമീകരിച്ച് ഒരു ജീവിയുടെ നാമമാക്കാമോ എന്ന ചോദ്യത്തിന് മിക്ക കുട്ടികളും ഉത്തരം കണ്ടെത്തി. ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവിനെയാണ് അളക്കുന്നത്? എ. ജീവികളെക്കുറിച്ചുള്ള ധാരണ, ബി. കുട്ടികളുടെ പ്രവർത്തന താൽപര്യം, സി. കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ, ഡി. കുട്ടികളുടെ കളികളിലുള്ള താൽപര്യം. ഉത്തരം ബി ആണ്. കുട്ടികളുടെ പ്രവർത്തന താൽപര്യം. ബി ആണ് ശരിയായ ഓപ്ഷൻ. 14. സ്കൂളിൽ വിവിധ കായികക്ഷമതാ പ്രവർത്തനങ്ങൾ നടത്തിയ ദീപ ടീച്ചർ കുട്ടികൾക്ക് നേരിട്ട് ABC ഗ്രേഡുകൾ നൽകി. ഇത്തരം ഗ്രേഡിംഗ് രീതിയാണ് സ്കൂളിൽ വിവിധ കായികക്ഷമതാ പ്രവർത്തനങ്ങൾ നടത്തിയ ദീപ ടീച്ചർ കുട്ടികൾക്ക് നേരിട്ട് ABC ഗ്രേഡുകൾ നൽകി. ഇത്തരം ഗ്രേഡിംഗ് രീതിയാണ് എ. അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ബി. ഡയറക്റ്റ് ഗ്രേഡിംഗ്, സി. പോയിന്റ് ഗ്രേഡിംഗ്, ഡി. റിലേറ്റീവ് ഗ്രേഡിംഗ്. ഉത്തരം ബി ആണ്. ഡയറക്റ്റ് ഗ്രേഡിംഗ്. ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഡയറക്റ്റ് ഗ്രേഡിംഗ്. 15. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ 3 തലങ്ങളെ ശരിയായ രീതിയിൽ ചിത്രീകരിച്ചതേതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ 3 തലങ്ങളെ ശരിയായ രീതിയിൽ ചിത്രീകരിച്ചതേതെന്ന് കണ്ടെത്തുക. മനുഷ്യ മനസ്സിന്റെ 3 തലങ്ങളെ കുറിച്ച് ഫ്രോയിഡ് പറഞ്ഞത് അറിയാമല്ലോ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ അതിനെ ഇവിടെ ഒരു ചിത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. ഇവിടെ ഒരു പ്രയാസമുണ്ട്. ഈ ചിത്രത്തിന്റെ ക്ലാരിറ്റി കുറവാണ്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇടതുവശത്ത് കാണുന്ന ഈ ചിത്രം നോക്കുക. ഇവിടെ ഒരു മഞ്ഞുമല കാണാം. സമുദ്രത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു മഞ്ഞുമല. ആ മഞ്ഞുമലയിൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് എഴുതിയിരിക്കുന്നു. ഈഗോയുടെ ഒരു വലിയ ഭാഗം പുറത്ത് കാണുന്നുണ്ട്. സൂപ്പർ ഈഗോ വലുതാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ പുറത്ത് കാണുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അല്പം പോലും പുറത്ത് കാണുന്നില്ല. അത് പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലാണ്. ഈ ചിത്രം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ABCD ഓപ്ഷനിലും ഇവയാണ് ഉള്ളത്. ഇതുപോലെ ചിത്രീകരിച്ചത് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഡി എന്ന ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഇത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇവിടെ ഇതാണ് വെള്ളത്തിൻ്റെ മുകൾ ഭാഗം വരച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഈഗോ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ഇവിടെയാണ് സൂപ്പർ ഈഗോ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വരച്ച ചിത്രങ്ങളിൽ ഈ പറഞ്ഞ നമ്മൾ ഇടതുവശത്ത് കാണുന്ന ഈ ചിത്രത്തോട് ഏതാണ്ട് യോജിച്ചിരിക്കുന്നത് ഡി എന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്. 16. ജിജിതക്ക് ധാരാളം നാട്ടുപൂക്കളെ കുറിച്ചറിയാം. എന്നിട്ട് എന്താ കാര്യം? ടീച്ചർ അവളെ പരിഗണിക്കാറേയില്ല. ഇത് സൂചിപ്പിക്കുന്നത് ടീച്ചർ ജിജിതക്ക് ധാരാളം നാട്ടുപൂക്കളെ കുറിച്ചറിയാം. എന്നിട്ട് എന്താ കാര്യം? ടീച്ചർ അവളെ പരിഗണിക്കാറേയില്ല. ഇത് സൂചിപ്പിക്കുന്നത്
ടീച്ചർ എ പ്രാദേശിക അറിവ് ഉപയോഗപ്പെടുത്തുന്നില്ല. ബി പെൺകുട്ടിയെ പരിഗണിക്കുന്നില്ല. സി ശിശുപ്രകൃതം പരിഗണിക്കുന്നില്ല. ഡി മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. പ്രാദേശികമായ അറിവാണ് നാട്ടുപൂക്കളെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അത് ടീച്ചർ പരിഗണിക്കുന്നില്ല. അത് ശരിയാണ്. എന്നാലോ പെൺകുട്ടിയെ പരിഗണിക്കുന്നില്ല. ജിജിത ഒരു പെൺകുട്ടിയാണല്ലോ, അത് പരിഗണിക്കുന്നില്ല, അവളെ പരിഗണിക്കുന്നില്ല, അതും ശരിയാണ്. ശിശുപ്രകൃതം പരിഗണിക്കുന്നില്ല. കുട്ടികളുടെ പ്രകൃതം, കുട്ടികളെ അങ്ങനെ പരിഗണിക്കാതിരുന്നാൽ കുട്ടികൾക്ക് സങ്കടമാകുമെന്ന കാര്യമൊന്നും ടീച്ചർ പരിഗണിക്കുന്നില്ല. അപ്പോൾ മൂന്നും ശരിയാണ്. അപ്പോൾ ഡി ആണ്. മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. ഡി എന്ന ഓപ്ഷനാണ് ശരി. 17. താഴെ കൊടുത്തിരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകതകൾ വായിക്കുക. 1. അവൻ മടിയനല്ല. 2. അവന് ഒട്ടേറെ കഴിവുകൾ ഉണ്ട്. 3. അവൻ ഗണിതക്രിയയിൽ അക്കങ്ങൾ തിരിച്ചെഴുതുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്യും. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ്? ഒന്നുകൂടി വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകതകൾ വായിക്കുക. ഒരു കുട്ടിയുടെ പ്രത്യേകതകൾ കൊടുത്തിരിക്കുകയാണ്. 1. അവൻ മടിയനല്ല. 2. അവന് ഒട്ടേറെ കഴിവുകൾ ഉണ്ട്. 3. അവൻ ഗണിതക്രിയയിൽ അക്കങ്ങൾ തിരിച്ചെഴുതുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്യും. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ്? എ പഠന പിന്നാക്കാവസ്ഥ. ബി പഠന വൈകല്യം. സി ശാരീരിക വൈകല്യം. ഡി മാനസിക വൈകല്യം. എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം? ഉത്തരം ബി ആണ്. പഠന വൈകല്യമാണ്. ബി ആണ് ഉത്തരം, പഠന വൈകല്യം. 18. തഥാഗത് എന്ന കുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൻ 12ാം വയസ്സിൽ MSc ഫിസിക്സ് പാസ്സായി. തഥാഗതിന് ഇത് നേടാൻ സാധിച്ചത്? തഥാഗത് എന്ന കുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ 12ാം വയസ്സിൽ MSc ഫിസിക്സ് പാസ്സായി. തഥാഗതിന് ഇത് നേടാൻ സാധിച്ചത് എ മിടുക്കനായതുകൊണ്ട്. ബി ക്ലാസ് കയറ്റം പെട്ടെന്ന് ലഭിച്ചതുകൊണ്ട്. സി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിരന്തര പ്രോത്സാഹനം ലഭിച്ചതുകൊണ്ട്. ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം കൊണ്ട്. ഏതാണ് ഉത്തരം? മിടുക്കനായതുകൊണ്ട്. ശരിയാണ്, മിടുക്കനാണ്. ക്ലാസ് കയറ്റം പെട്ടെന്ന് ലഭിച്ചതുകൊണ്ട്. അതും ശരിയാണ്, ക്ലാസ് കയറ്റം പെട്ടെന്ന് ലഭിച്ചു. അതുകൊണ്ടാണ് 12ാം വയസ്സിൽ MSc ഫിസിക്സ് വരെ സാധിച്ചത്. ക്ലാസ് കയറ്റം പെട്ടെന്ന് ലഭിച്ചു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിരന്തര പ്രോത്സാഹനം ലഭിച്ചതുകൊണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇത് മൂന്നും ഉണ്ട്. മുകളിൽ സൂചിപ്പിച്ചതെല്ലാം കൊണ്ട്. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 19. അനുരൂപീകരണം നടത്തിയ ടീച്ചിങ് മാനുവലുകൾ ഉപയോഗിക്കുന്നത്. അനുരൂപീകരണം നടത്തിയ ടീച്ചിങ് മാനുവലുകൾ ഉപയോഗിക്കുന്നത് എ ക്ലാസ് ഫലപ്രദമാക്കാൻ. ബി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനത്തിന്. സി കുട്ടികളുടെ ശ്രദ്ധയാകർഷിക്കുന്നതിന് വേണ്ടി. ഡി ക്ലാസ് കൂടുതൽ പങ്കാളിത്തമുള്ളതാക്കാൻ. ഉത്തരം ബി ആണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനത്തിന്. 20. 9 വയസ്സുകാരൻ ആദർശ്. അവൻ എവിടെയും അടങ്ങിയിരിക്കില്ല. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ സാധിക്കുന്നില്ല. ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? 9 വയസ്സുകാരൻ ആദർശ്. അവൻ എവിടെയും അടങ്ങിയിരിക്കില്ല. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ സാധിക്കുന്നില്ല. ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം എ ADHD. ബി ഓട്ടിസം. സി അഫേസിയ. ഡി ഡിസ്ഫ്രാക്സിയ. ഉത്തരം എ ആണ്, ADHD. എ ആണ് ഉത്തരം, ADHD. 21. ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കും. മാത്രമല്ല, നല്ല വിലയിരുത്തൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കും. ഈ പ്രവൃത്തി കുട്ടികളെ സഹായിക്കുന്നത്. ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ
നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കും. മാത്രമല്ല, നല്ല വിലയിരുത്തൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കും. ഈ പ്രവൃത്തി കുട്ടികളെ സഹായിക്കുന്നത് എ. വിഷയം നന്നായി പഠിക്കാൻ, ബി. വിമർശന ചിന്താശേഷി നേടാൻ, സി. അധ്യാപികയുടെ അറിവ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ, ഡി. ക്ലാസ് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പിക്കാൻ. ഉത്തരം ബി ആണ്. വിമർശന ചിന്താശേഷി നേടാൻ. ബി ആണ് ഉത്തരം. വിമർശന ചിന്താശേഷി നേടാൻ. 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകത വളർത്താൻ ഏറ്റവും യോജിച്ചത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകത വളർത്താൻ ഏറ്റവും യോജിച്ചത് ഏതാണ്? എ. പ്രശ്ന പരിഹരണ രീതി, ബി. പ്രൊജക്റ്റ് രീതി, സി. ബ്രെയിൻ സ്റ്റോമിംഗ്, ഡി. അന്വേഷണ രീതി. ഉത്തരം എ ആണ്. പ്രശ്ന പരിഹരണ രീതി. സർഗാത്മകത വളർത്താൻ ഈ 4 ഏറ്റവും യോജിച്ചത് പ്രശ്ന പരിഹരണ രീതിയാണ്. എ ആണ് ഉത്തരം. 23. കുട്ടികളിൽ പഠന വസ്തുതയുമായി ബന്ധപ്പെട്ട് തെറ്റായ ചില ധാരണകൾ നിലനിൽക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ അത് പരിഹരിക്കുവാൻ ഏറ്റവും യോജിച്ച മാർഗം ഏതാണ്? കുട്ടികളിൽ പഠന വസ്തുതയുമായി ബന്ധപ്പെട്ട് തെറ്റായ ചില ധാരണകൾ നിലനിൽക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ അത് പരിഹരിക്കുവാൻ ഏറ്റവും യോജിച്ച മാർഗം ഏതാണ്? എ. തെറ്റ് അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുക, തിരുത്തുക, ബി. തെറ്റായ ധാരണകൾ കുട്ടികൾ തന്നെ തിരുത്തും, സി. ക്ലാസ് തലത്തിൽ പഠനാനുഭവങ്ങൾ ഒരുക്കി അവരെ സ്വയം തിരുത്താൻ പ്രാപ്തരാക്കുക, ഡി. കുട്ടികൾ മറ്റാരോടെങ്കിലും ചോദിച്ച് തിരുത്തട്ടെ. ഉത്തരം സി ആണ്. ക്ലാസ് തലത്തിൽ പഠനാനുഭവങ്ങൾ ഒരുക്കി അവരെ സ്വയം തിരുത്താൻ പ്രാപ്തരാക്കുക. സി ആണ് ഉത്തരം. 24. കരിക്കുലം രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ്? കരിക്കുലം രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏത്? എ. അധ്യാപകരുടെ കഴിവുകൾ പരിഗണിക്കുക, ബി. കുട്ടികളുടെ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിക്കുക, സി. ദേശീയ മൂല്യങ്ങൾ പരിഗണിക്കുക, ഡി. സാമൂഹികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ പരിഗണിക്കുക. സാമൂഹികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ദേശീയ മൂല്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അധ്യാപകരുടെ കഴിവുകൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ പരിഗണിക്കേണ്ടത് കുട്ടികളുടെ കഴിവുകളും ആവശ്യങ്ങളും ആണ്. കുട്ടികളുടെ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിക്കുക എന്നതാണ് കരിക്കുലം രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ബി ആണ് ഉത്തരം. 25. ഒരു പ്രവർത്തനം സഹകരണാത്മകമാകുന്നത് എപ്പോഴാണ്? ഒരു പ്രവർത്തനം സഹകരണാത്മകമാകുന്നത് എപ്പോൾ? എ. അംഗങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ട്, കൂട്ടായ്മയില്ല, ബി. ലക്ഷ്യബോധമില്ലാത്ത കൂട്ടായ പ്രവർത്തനം, സി. ലക്ഷ്യബോധത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനം, ഡി. മുകളിൽ സൂചിപ്പിച്ചവയൊന്നും തന്നെയല്ല. ഉത്തരം സി ആണ്. ലക്ഷ്യബോധത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനം. അപ്പോഴാണ് ആ പ്രവർത്തനം സഹകരണാത്മകമാകുന്നത്. സി ആണ് ഉത്തരം. 26. താഴെ കൊടുത്തിരിക്കുന്ന നിർവചനം വായിക്കുക. ഒരു നിർവചനം ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്കെന്തറിയാമെന്നും എന്ത് അറിയില്ല എന്നും തിരിച്ചറിയാനുള്ള കഴിവാണിത്. ഈ നിർവചനം സൂചിപ്പിക്കുന്നത് എന്താണ്? നമുക്കെന്തറിയാമെന്നും എന്ത് അറിയില്ല എന്നും തിരിച്ചറിയാനുള്ള കഴിവാണിത്. ഈ നിർവചനം സൂചിപ്പിക്കുന്നത് എന്ത്? എ. ചിന്ത, ബി. ബുദ്ധി, സി. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, ഡി. അറിവ്. ഉത്തരം സി ആണ്. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. സി ആണ് ഉത്തരം. 27. പിറവിയെടുത്ത ഒരു കുഞ്ഞിൽ ഒരൊറ്റ വൈകാരിക അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാതറിൻ ബ്രിഡ്ജസ് അഭിപ്രായപ്പെട്ടത്.
എങ്കിൽ ആ അവസ്ഥയാണ് പിറവിയെടുത്ത ഒരു കുഞ്ഞിൽ ഒരൊറ്റ വൈകാരിക അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാതറിൻ ബ്രിഡ്ജസ് അഭിപ്രായപ്പെട്ടത്. എങ്കിൽ ആ അവസ്ഥ ഏതാണ്? എ അസുഖം, ബി സുഖം, സി പ്രക്ഷുബ്ധാവസ്ഥ, ഡി വിരുചി. ഉത്തരം സി ആണ്, പ്രക്ഷുബ്ധാവസ്ഥ. സി ആണ് ഉത്തരം, പ്രക്ഷുബ്ധാവസ്ഥ. 28. പിയാഷെ ഒരു വ്യക്തിയുടെ മനോഘടനയെ തൻ്റെ പരിസരവുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? പിയാഷെ ഒരു വ്യക്തിയുടെ മനോഘടനയെ തൻ്റെ പരിസരവുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? എ മനോഘടന സ്വതന്ത്രമായി വികസിക്കുന്നതും പരിസരവുമായി ബന്ധമില്ലാത്തതുമാണ്. ബി മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരിസര ബന്ധത്തിലൂടെയാണ്. സി മനോഘടനയുടെ വികാസം തികച്ചും ഒരു ജൈവ പ്രക്രിയയാണ്. ഡി മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെയല്ല. ഉത്തരം ബി ആണ്. മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരിസര ബന്ധത്തിലൂടെയാണ്. ബി ആണ് ഉത്തരം. 29. അബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യമാണ്. അബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യമാണ് എ സുരക്ഷാപരമായ ആവശ്യം, ബി ശാരീരികമായ ആവശ്യം, സി സ്വത്വ സാക്ഷാത്കാരം, ഡി ബഹുമതി ആവശ്യം. ഉത്തരം സി ആണ്, സ്വത്വ സാക്ഷാത്കാരം. സ്വത്വ സാക്ഷാത്കാരമാണ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യം. 30. പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങളിൽ പെടാത്തത്. പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങളിൽ പെടാത്തത്. എ ആർജിത തന്ത്രങ്ങളിൽ പെടാത്തത്. ബി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവെക്കുക. സി ആവർത്തിച്ച് പഠിച്ച് പ്രാവീണ്യം നേടുക. ഡി ഭാഗികമായ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ അവതരിപ്പിക്കുക. ഉത്തരം സി ആണ്, ആവർത്തിച്ച് പഠിച്ച് പ്രാവീണ്യം നേടുക. സി ആണ് ഉത്തരം.